ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് ഇന്നൊരു സൺഡേ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് നമ്മൾ കിച്ചണിലൊക്കെ ഒന്ന് ഇറങ്ങി. കിച്ചണിൻ്റെ ബാക്കിലൂടെ കുറച്ച് ഞങ്ങൾക്ക് ചെടിയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പ്രകൃതിയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ മമ്മി കുഴിച്ചിട്ടതാട്ടോ. മമ്മിക്ക് കുറച്ച് ചെടിപ്രാന്തും കുറച്ച് പച്ചക്കറി പ്രാന്തൊക്കെ ഉണ്ട്. അപ്പോൾ കാണത്തൊക്കെ ചെടിയൊക്കെ കുഴിച്ചിടും. ആൻഡ് ഡാഡിക്കും ആൾസോ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വീടൊരു പൂന്തോട്ടം. എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ ചെടിയകാരം. ചെടിക്കൊന്നും ഞങ്ങൾക്കൊരു പന്നമല്ല. ഇപ്പോഴൊക്കെ എവിടേക്കെങ്കിലും പോയാലും കണ്ടോ ഇഷ്ടംപോലെ ചെടി വാങ്ങിക്കൊണ്ടിട്ട് വെക്കാൻ സ്ഥലം വേണ്ടേ. അങ്ങനെ ഒരു വലിയ മുറ്റുണ്ടാക്കി വെച്ചേക്കണു. ആ മുറ്റം നിറച്ച് ചെടിയാക്കി വെച്ചേക്കണു. ഞങ്ങൾ എസ്തറ്റിക്കായിട്ടൊക്കെ വീടുണ്ടാക്കാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ മുറ്റം നിറച്ച് ചെടി ചട്ടി കൊണ്ട് നിറച്ച് വെച്ചേക്കാണ്. ഇടയ്ക്കൊക്കെ രസമാണിത്. ഇങ്ങനത്തെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ ചെടികളൊക്കെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. നമ്മളിവിടുന്ന് ചെറിയ പൊട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പാർസൽ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, കുഞ്ഞു ഫ്രൂട്ടുകളാണ്. ഇത് റൂബിക്ക പുളിയുള്ള റൂബിക്ക അല്ലേ, അതാണ്. പക്ഷേ ഇത് വെറൈറ്റിയാണ് കേട്ടോ, മധുരമുള്ള റൂബിക്കയാണ്. ആൻഡ് ഇവിടെ കൂടിയും കുറച്ച് ഇതെന്താ അറിയോ, ഇത് നമ്മുടെ മറ്റേ ഇതില്ലേ, എന്താ പറയുക അതിന്, റംബൂട്ടാൻ. റംബൂട്ടാൻ ഉണ്ട്, ചക്ക ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 11 മണിയൊക്കെയാണ് വെയിലൊക്കെ ഒന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൻ്റെ പുറത്തു കൂടി ഇറങ്ങി നടക്കുകയാണ്. ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കൽ കഴിഞ്ഞ് നമുക്ക് നല്ല പണിയുണ്ട് കേട്ടോ. നോമ്പൊക്കെയാണ്, സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കൽ സ്റ്റാർട്ടിലായി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബീഫ് കട്ട്ലൈറ്റ്. ഇത് നോമ്പിൻ്റെ സമയമാകുമ്പോൾ വീട്ടിൽ അറക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ മൂരിനൊക്കെ അതിൻ്റെ ബീഫൊക്കെയാണ്. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാന്നുള്ള മൈൻഡിൽ ഞാൻ കുറച്ച് ബീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കഴുകി വൃത്തിയാക്കണം. ഇപ്പം ഞാൻ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ എൻ്റെ മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കേട്ടോ. അതും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. മമ്മീൻ്റെ പണിയെടുക്കിയിട്ട് നമുക്ക് നമ്മുടെ പണിയെടുക്കാം. ദെൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബീഫ് എടുത്ത് നന്നായിട്ട് കഴുകി വെച്ച ശേഷം കുക്കർ എടുത്തിട്ട് ബീഫ് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് വെള്ളം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ദെൻ കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് ഉപ്പിടാൻ ആരും മറക്കരുത്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കർ നന്നായിട്ട് അടച്ചിട്ട് അതിന് മുമ്പ് കുറച്ച് ഇത് ബിരിയാണി മസാലയാണ് കേട്ടോ, അതും പാട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കറൊക്കെ മൂടി വെച്ച് നമ്മൾ ഗ്യാസിലേക്ക് വെക്കും. ഗ്യാസിലേക്ക് വെച്ച ശേഷം 1-2 വിസിൽ അല്ലെങ്കിൽ 3-4 വിസിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഉള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമല്ലോ കട്ട്ലേറ്റ്. വെളുത്ത കട്ട്ലേറ്റ് ബീഫ് കൊണ്ട് മാത്രം ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മൾ ഇതിന് ആവശ്യമായ സവാള എടുത്തു. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങാണ് കട്ട്ലൈറ്റിൻ്റെ മെയിൻ പോർഷൻ കൊണ്ടുപോകുന്നത് അല്ലേ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഈ കട്ട്ലൈറ്റിൽ വെറും ഉരുളക്കിഴങ്ങുണ്ടാവുക. എനിക്കിഷ്ടമല്ല അത്. പിന്നെ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം പിഴുങ്ങാൻ വെക്കും കേട്ടോ. ഇപ്പോൾ പിഴുങ്ങാൻ വെച്ചാലേ ഉള്ളൂ നമുക്ക് ബീഫൊക്കെ വേകുമ്പോഴത്തേനും ഉരുളക്കിഴങ്ങ് നല്ല രീതിക്ക് പിഴുങ്ങി കിട്ടുക. അപ്പോൾ ആദ്യം ഞാൻ ആ പണിയാണ് ചെയ്തത്. ഒരു ചെമ്പട്ടി എടുത്തിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നന്നായി കഴുകി നമ്മൾ ഗ്യാസിലേക്ക് വെക്കും. പിന്നെ ഇത് നമ്മുടെ മസാലയ്ക്ക് അരക്കാലതാണ്. അതൊക്കെ അരച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടു ബീഫ് നന്നായി വെന്ത് കിടക്കുന്നുണ്ട്, നല്ല സൂപ്പറായിട്ട്, നല്ല ബ്രൗൺ കളറില്ലേ. ദെൻ ഇനി നമ്മുടെ പ്രിപ്പറേഷൻ വർക്കാണ്. ആദ്യം നമ്മൾ ചട്ടി എടുക്കും, അതിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം ദെൻ നമ്മൾ ചെയ്യുന്നതാണ് അരച്ച് വെച്ച് പേസ്റ്റ് അതിലേക്ക് ഇടുക എന്നുള്ളത്. അരച്ച് വെച്ച് പേസ്റ്റ് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പേസ്റ്റിനൊരു പച്ചമണം ഉണ്ടാവും. എല്ലാ കുക്കിംഗ് ബ്ലോഗേഴ്സും പറയാറുണ്ട്, ഞാനും പറയുന്നു. ഈ പച്ചമണം പോണവരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കി പച്ചമണം നമ്മൾ കളയണം. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊരു കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് വെല്ലുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞ് വെച്ച് വെല്ലുള്ളി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ വെല്ലുള്ളി ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ അടുപ്പത്ത് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് വരുന്നുണ്ട്. ആ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ബാക്കി എടുത്ത് വെച്ച ക്യാരറ്റ്, പിന്നെ കുറച്ച് വെറൈറ്റിക്ക് ഞാൻ കുറച്ച് ക്യാബേജും പാടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്യാബേജും പാടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു വെറൈറ്റിക്ക് ആരും ആഗ്രഹിക്കാത്തത്. അതൊക്കെ ഇട്ട് കൊടുത്തതിന് നമ്മൾ നന്നായി ഇളക്കി ഇത് 3 പാടെ നല്ല രീതിക്ക് മിക്സ് ആവണം. 3 പാടെ വഴണ്ടാൽ നമുക്ക് കണ്ടോ ഇതുപോലെ ടെക്സ്ചറിൽ കിട്ടും. ആ ടെക്സ്ചർ ആകുമ്പോൾ നമ്മൾ
ബീഫ് അരച്ചതാട്ടത്. ബീഫ് കുറച്ച് അരവ് കൂടിപ്പോയി തോന്നുന്നുണ്ട്, ചമ്മന്തി കണക്കിരിക്കുന്നുണ്ട്. ഈ ബീഫ് അരച്ചതും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നാലുള്ള ബീഫ് മിക്സ് ആവുക, അല്ലെങ്കിൽ ബീഫ് ഇങ്ങനെ വേറിട്ട് നിൽക്കും. ഇപ്പം ഏകദേശം എൻ്റെ കൈയൊക്കെ നല്ലോണം കുഴക്കി മിക്സ് ചെയ്ത പരിവാണ് നിങ്ങളീ കാണുന്നത്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതങ്ങ് വെറുതെ തിന്നാൻ പറ്റില്ലല്ലോ, മസാല ഇടണ്ടേ. അപ്പോൾ കുറച്ച് മുളക് പൊടി ആൻഡ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെന്താ, അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട ശേഷം ഞാൻ കുറച്ച് മുമ്പ് പോയിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് വെച്ചിരുന്നു. ആ ഉരുളക്കിഴങ്ങും പാടെ ഇട്ടിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പണി വരുന്നത്. ഈ ഉരുളക്കിഴങ്ങും ഈ മിക്സ്ചറും പാടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. അപ്പം നന്നായി കുത്തി ഉടച്ച് മിക്സ് ചെയ്ത് ഇതൊരു ഉരുട്ടൻ്റെ പരിവാക്കി തീർക്കണം. അപ്പോൾ എൻ്റെ കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല മിക്സ് ആക്കണ വരെ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ എടുത്തിട്ട്, ബാക്കി വീഡിയോ എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത് ഉരുട്ടി ഷേപ്പാക്കുക, മുട്ടയിൽ ഇതാക്കുക, ബ്രെഡ് ക്രംസിലിട്ട് ഉപ്പ് എണ്ണയ്ക്കിടുക. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ കട്ട്ലേറ്റിൻ്റെ പണി. സോറി ഗായ്സ് ബാക്കി വീഡിയോ എടുക്കാത്ത. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.